മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജീവനൊടുക്കിയ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസിന്റെ അമ്മയുടെ ചങ്കുപൊട്ടിയുള്ള വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. മകന്റെ മരണത്തിന് ഉത്തരവാദികൾ സ്കൂളിലെ അധ്യാപകരെന്നാണ് കുടുംബം പറയുന്നത്. അധ്യാപകരുടെ പീഡനം കാരണമാണ് തേജസ് ആത്മഹത്യ ചെയ്തത്. മലപ്പുറം പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസിനെ കഴിഞ്ഞ ദിവസമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്കൂൾ അധികൃതർ നടത്തിയ മോറൽ സയൻസ് പരീക്ഷയിൽ ആദ്യം തേജസ് പരാജയപ്പെട്ടിരുന്നു. ഈ പരീക്ഷ വിജയിച്ചാലേ TC നൽകാനാകുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. അധ്യാപകർ കുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചതുകൊണ്ടാണ് TC ആവശ്യപ്പെട്ടതെന്നും കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. TCയിൽ ഇങ്ങനെ റെഡ് മാർക്ക് ഇടും, നല്ലൊരു സ്കൂളിലും പഠിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അതിന് ഭയങ്കരമായിട്ട് ടെൻഷനും പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗം ടീച്ചർമാരുടെ ഈ ഭീഷണിയും ഈ പ്രിൻസിപ്പളുടെയും ഈ ജിഷ മിസ്സും പിന്നെ വേറൊരു മിസ്സും കൂടി ഉണ്ട്, എൻ്റെ പേര് എനിക്ക് കറക്റ്റ് ജിജിയോ അങ്ങനെ എന്താണ് തോന്നുന്നുണ്ട്, അവരുടെയൊക്കെ ഒരു ഭീഷണി മൂലമാണ് എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ ബലമായി സംശയിക്കുന്നത്. വേറെ വീട്ടിലോ വേറൊരു പ്രശ്നങ്ങളോ ഇല്ലാത്ത കുട്ടിയാണ്. വീട്ടിൽ അങ്ങനെ ഒരു വാശിയോ കുറുമ്പൊന്നും കാട്ടിയിട്ടില്ല, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ടീച്ചറുടെ പ്രിൻസിപ്പാളുടെയും ഈ നടപടി കാരണം തന്നെയാണ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നത്. അല്ലാതൊരു കാരണം കുട്ടിക്ക് ഇതുവരെ ഞങ്ങളുടെ ഭാഗത്തുനിന്നോ വേറെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ സ്കൂളുകാർ ഇവൻ്റെ മരണത്തിന് ശേഷം സ്കൂളിൻ്റെ ഗ്രൂപ്പിലോ ഒരു ഇതിലോ ഒരു അനുശോചനം പോലും രേഖപ്പെടുത്തിയിട്ടില്ല. അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇത് അറിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മളോട് കോൺടാക്ട് ചെയ്യണതും അവർ അന്ന് അറിഞ്ഞില്ല, സ്കൂളുകാരെ ഞങ്ങളെ അറിയിച്ചില്ല എന്നൊക്കെ പറയുകയുണ്ടായി. അതേപോലെ തന്നെ അവർ മറ്റു അവൻ്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെയൊക്കെ വീട്ടിൽ വിളിച്ചിട്ട് സ്കൂളിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ആര് വിളിച്ച് ചോദിച്ചാലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയുന്നുണ്ടെന്നും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു എന്ന് ഓരോ രക്ഷിതാക്കളെ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് തേജസിന്റെ കുടുംബം. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെയും സ്കൂൾ അധികൃതർ പ്രതികരിച്ചിട്ടില്ല. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, അമ്മയുടെ അറിയാം, തേജസ് എന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസങ്ങൾ എത്രത്തോളം മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നുപോയതെന്ന്. അതായത് സ്കൂൾ മാറ്റാൻ അവർ തീരുമാനിക്കുന്നു, പക്ഷേ TC നൽകണമെങ്കിൽ മോറൽ സയൻസ് പരീക്ഷയിൽ വിജയിക്കണം, ഇല്ലെങ്കിൽ TC നൽകില്ല എന്ന രീതിയിലുള്ള സ്കൂൾ അധികൃതരുടെ ഭീഷണി, ആ രീതിയിലുള്ള സമ്മർദ്ദം തേജസിനെ വല്ലാതെ അലട്ടിയിരുന്നു, മാനസികമായി തകർത്തിരുന്നു. അതേ തുടർന്ന് ജീവനൊടുക്കിയെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം തേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തായിരിക്കും ഈ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൻ്റെ തുടർ നീക്കങ്ങൾ? ടോം, എന്തായാലും ഒരു ദാരുണമായ സംഭവമാണ് 1-ാം തീയതി പെരുന്തൽമണ്ണ ഉണ്ടായതെന്ന് ആദ്യം പറയേണ്ടതുണ്ട്. ഒരു 14 വയസ്സുകാരനാണ് ആശങ്കയെ തുടർന്ന് പരീക്ഷയിൽ ജയിക്കുമോ ഇല്ലയോ എന്ന ആശങ്കയെ തുടർന്ന് ജീവനെടുക്കുന്നത്. മരണത്തിൻ്റെ കാരണം അത് തന്നെ എന്ന് വേണം നമുക്ക് വിലയിരുത്തുവാൻ. മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിൽ ആദ്യം പറയേണ്ടത് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നൊരു വിശദീകരണം ഔദ്യോഗികമായിട്ടൊന്നും ലഭിച്ചിട്ടില്ല. നമ്മൾ അവരെ സമീപിച്ചിരുന്നു, അവിടെ ഓഫീസിൽ പോയിരുന്നു. അവർ പിന്നീട് അറിയിക്കാം, പിന്നീട് ഞങ്ങളെല്ലാം പറയാം എന്നൊരു മറുപടി മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്ക് ഈ രക്ഷിതാക്കളുമായി സംസാരിച്ചപ്പോഴും മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം ഇപ്രകാരമാണ്. കുട്ടിയെ 8ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത് പ്രസന്റേഷൻ സ്കൂളിൽ. അവിടെ ഈ മോറൽ സയൻസ്, അതായത് അത് സിലബസിലുള്ളതല്ല, ചില സ്കൂളുകളിൽ അവർ അഡീഷണലായിട്ട് അവർ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ഈ സൽഗുണങ്ങളുടെ പാഠങ്ങൾ, സൽപാഠങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു മോറൽ സയൻസ് ഉള്ളത്. ആ ഒരു പരീക്ഷയിൽ ഈ കുട്ടി പരാജയപ്പെട്ടിരുന്നു. ഇത് ആ കുട്ടിയെ വല്ലാതെ അലട്ടിയിരുന്നു. മാത്രമല്ല ആ കുട്ടി സ്കൂൾ മാറാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു മോറൽ സയൻസിൽ കൂടി പരീക്ഷ പാസ്സായതിനു ശേഷം TC തരാമെന്നൊരു നിലപാട് സ്കൂൾ അധികൃതർ സ്വീകരിച്ചു എന്നാണ് കുട്ടിയുടെ വീട്ടുകാർ പറയുന്നത്. തുടർന്ന് ഈ കുട്ടി സമ്മർദ്ദത്തിലായിരുന്നു. 28-ാം തീയതി പരീക്ഷ എഴുതുകയും കുട്ടി പാസ്സായി എന്നാണ് പിന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത്. 2-ാം തീയതി ആയിരുന്നു ആ ഫലം വരേണ്ടത്, പക്ഷേ അതിനു മുമ്പ് 1-ാം തീയതി കുട്ടി ജീവനൊടുക്കുകയായിരുന്നു, തൂങ്ങി മരിക്കുകയായിരുന്നു ചെയ്തത്. ഇതിൽ പ്രധാനമായിട്ടും ഉള്ള ഒരു ഒന്നാമത്തെ ആരോപണം, ഇത്തരത്തിൽ മോറൽ സയൻസിൽ പരീക്ഷ എഴുതിയതിനു ശേഷമേ TC കൊടുക്കൂ എന്ന് സമ്മർദ്ദപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. അതാണ് ഈ കുട്ടിക്ക് സമ്മർദ്ദമുണ്ടാക്കിയത്. അതിന് പുറമെ മുൻപ് സ്കൂളുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അതിപ്പോൾ ഈ കുട്ടിയെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടാകുമെന്ന് പറയാനാകില്ല. ഒരുപക്ഷെ മുൻപത്തെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടാകാം ഈ കുട്ടി TC വാങ്ങാൻ നിർബന്ധിതനായത്. നവംബറിൽ ഈ കുട്ടി ആർട്സ് ഡേക്ക് വരേണ്ട എന്ന് രക്ഷിതാക്കളോട് സ്കൂൾ അധികൃതർ പറഞ്ഞതായിട്ടാണ് വിവരം.
ഒരു സ്കൂളിൽ മറ്റൊരു കുട്ടിയുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് അങ്ങനെ ഒരു നിലപാട് ഈ സ്കൂൾ അധികൃതർ എടുത്തത്, കുട്ടിയോട് ആർട്സിലേക്ക് വരേണ്ടത്. അതൊക്കെ കുട്ടിയെ വല്ലാതെ വിഷമിപ്പിച്ചു എന്നാണ് രക്ഷിതാക്കളൊക്കെ പറയുന്നത്. പക്ഷെ അത് നടന്നിട്ട് ഇപ്പം നവംബറിലാണ് നടന്നത്, 5 മാസങ്ങളോളം പിന്നിട്ടു. എന്താണെങ്കിലും ഈ കാരണങ്ങളൊക്കെയാണ് ഈ കുട്ടിയെ TC വാങ്ങിക്കാൻ പ്രേരിപ്പിച്ചത്. പക്ഷേ ആ TC ഈ മോറൽ സയൻസ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷമേ പാസ്സായതിനു കൊടുക്കാവുന്ന നിലപാട് സ്കൂൾ അധികൃതർ സ്വീകരിച്ചു എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. ഇതിലും മറ്റൊരു വശം കൂടിയുണ്ട്. നമ്മൾ പോലീസുമായി സംസാരിച്ചിരുന്നു. ആ സ്കൂൾ അധികൃതരുടെ ഭാഗം എന്ന രീതിയിൽ പോലീസ് നമ്മളോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ സ്കൂളിൽ ഒരു അക്കാദമിക് ഇയർ തുടങ്ങിയതിന് ശേഷമേ TC കൊടുക്കാൻ കഴിയുകയുള്ളൂ, ഇടയിൽ വെച്ച് കൊടുക്കാൻ കഴിയില്ല. അതായത് മെയ് 2-നാണ് അക്കാദമിക് ഇയറിൻ്റെ ആരംഭം ഇവിടെ വരുന്നത്. അതായത് എല്ലാ കുട്ടികളും പരീക്ഷ പാസ്സായതിനു ശേഷമുള്ള മെയ് 2-നാണ് വരുന്നത്. അപ്പോൾ മെയ് 2-ന് ശേഷമേ TC കൊടുക്കാനാകൂ എന്ന ചട്ടം നിലനിൽക്കെ അതിനു മുൻപേ TC കൊടുക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് പോലീസിനോട് ഈ സ്കൂൾ അധികൃതർ പറഞ്ഞ ഒന്നാമതായിട്ടുള്ള അവരുടെ വിശദീകരണം. രണ്ടാമതായിട്ട് ഈ മോറൽ സയൻസ് എന്നത് അതൊരു ഈ സിലബസിൽ ഉൾപ്പെട്ടതല്ല. അതൊരിക്കലും TCയുമായി ബന്ധപ്പെട്ടൊരു കാര്യമായിട്ട് വരുന്നതുമല്ല. അത് അഡീഷണൽ ആയിട്ട് ഈ സ്കൂളിൽ നടത്തുന്ന ഒരു പരീക്ഷയാണ്. കുട്ടികൾക്ക് സൽഗുണങ്ങളും ഗുണപാഠങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് മറ്റൊരു സ്കൂളിൽ പോയി അവിടെ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് അത്തരത്തിൽ മോറൽ സയൻസിന് വേണ്ടി സമ്മർദ്ദപ്പെടുത്തി എന്നത് പോലീസ് പറയുന്നത് അത്തരത്തിൽ സമ്മർദ്ദപ്പെടുത്താൻ കഴിയുന്ന ഒരു വിഷയമല്ല എന്നുള്ളതാണ്. പക്ഷേ കുട്ടിയെ സംബന്ധിച്ച് വലിയ വിഷമമുണ്ടായിട്ടുണ്ട്, സമ്മർദ്ദമുണ്ടായിട്ടുണ്ട്. ആ സമ്മർദ്ദം തന്നെ ആയിരിക്കാം ഇത്തരത്തിലൊരു കടും കൈ അവൻ ചെയ്യാൻ കാരണമായത് എന്ന് തന്നെ വേണം വിലയിരുത്തുവാൻ. എന്താണെങ്കിലും രക്ഷിതാക്കൾ പോലീസിൽ പരാതി എഴുതി നൽകിയിട്ടില്ല, മൊഴി നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടെ പരാതി രേഖാമൂലം നൽകും. അതിനുശേഷം പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇനി സ്കൂളിൻ്റെ ഭാഗത്തുള്ള വിശദീകരണം ഔദ്യോഗികമായിട്ട് ഇതിൽ വരേണ്ടതുമുണ്ട് കേട്ടോ. തീർച്ചയായും ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ ദിവസങ്ങൾ പിന്നിടുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതുവരെയും ആ ഒരു നടപടിയിലേക്ക് കടക്കാത്തത്? കുടുംബം ഇതുവരെയും പരാതി കൊടുക്കാത്തതുകൊണ്ടായിരിക്കുമോ? കാരണം ഒരു മകൻ, ഒരു 14 വയസ്സുള്ള ഒരു മകനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന എത്രത്തോളം ഉണ്ട് എന്ന് സാധാരണ ആ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഏതൊരു മാതാപിതാക്കൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ പരാതി നൽകാൻ വൈകിയത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഈ രീതിയിലുള്ളൊരു ഭീഷണി അല്ലെങ്കിൽ സമ്മർദ്ദം ഉണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുകൾ മറ്റോ ഉണ്ടോ? അതോ ഇങ്ങനെ വാക്കാലാണ് കുട്ടിയെ സമ്മർദ്ദം ചെലുത്തിയത് എന്നാണോ പറയുന്നത്? മറ്റ് വിദ്യാർത്ഥികൾ, അതായത് ഈ തേജസിൻ്റെ സഹപാഠികൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ അനുമോദ? ഈ തേജസ് കൂട്ടുകാരോടും അല്ലെങ്കിൽ തേജസ് വീട്ടുകാരോടും പറഞ്ഞത് മാത്രമാണ് ഇതിൽ ഉള്ള ഒരേ ഒരു കാര്യം. മറ്റൊരു തരത്തിലും തെളിവുകൾ ഇക്കാര്യത്തിലില്ല. കാരണം കുട്ടി പഠിക്കാൻ മിടുക്കനായിരുന്നു, ശരാശരി എല്ലാ വിഷയങ്ങളിലൊക്കെ പാസ്സാവുന്ന മിടുക്കനാണ്. ഒരു വികൃതിയാണ് എന്ന് പറയുന്നുണ്ട്. എല്ലാവരോടും ഒരു പ്രായത്തിൻ്റെതായ സ്വാഭാവികമായിട്ട് അല്പം വികൃതി ഈ ഒരു പ്രായത്തിലുണ്ടാകും. അതൊരു മറ്റൊരു തല അച്ചടക്ക ലംഘനമോ മറ്റൊരു വലിയ പ്രശ്നമായി കാണുന്നതോ അല്ല. അല്പം വികൃതിയൊക്കെ കുട്ടികളാകുമ്പോൾ ഉണ്ടാകും. അതിനപ്പുറത്തേക്കൊരു പ്രശ്നക്കാരനല്ല തേജസ് ഉണ്ടായിരുന്നത്. അവനെ സംബന്ധിച്ച് ഈ സ്കൂളിൽ നിന്ന് ഒരു പക്ഷേ ഈ മറ്റുള്ളവർ ക്ലാസ്സിൽ ചിലപ്പോഴുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ മുകളിൽ ടീച്ചർമാരുടെ വഴക്ക് കേൾക്കേണ്ട ഒരു സാഹചര്യം മുൻപ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അങ്ങനെ വേണം നമുക്ക് ഈ വിഷയം പലരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെയുള്ള ഈ ക്ലാസ്സിലെ വഴക്കും ശകാരങ്ങളും ഒക്കെ അവൻ്റെ മനസ്സിൽ ഒരുപക്ഷെ അതൊരു വലിയ പ്രശ്നമായിട്ട് ഉണ്ടായിരിക്കാം. അതിൻ്റെ പിന്നാലെ ആയിരിക്കാം ഒരുപക്ഷെ മോറൽ സയൻസിൽ പരാജയപ്പെട്ടു എന്നുള്ള വിവരവും അത് പാസ്സാവണം എന്നുള്ള നിബന്ധനയൊക്കെ വീണ്ടും ഒരു മാത്രമല്ല ഒരിടത്തും നമ്മൾ മാറണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അവിടെ നിന്ന് മാറാതിരിക്കാൻ അല്ലെങ്കിൽ മാറണമെങ്കിൽ വീണ്ടും വീണ്ടും പരീക്ഷകൾ പാസ്സാവണമെന്നൊരു അവസ്ഥ വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ സമ്മർദ്ദവും ഇതിലൊരു ഘടകമാണ്. എന്ത് തന്നെയാണെങ്കിലും ഇതിൽ ഈ തേജസ് രക്ഷിതാക്കളോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ തെളിവായിട്ടുള്ളത്. അത് വീട്ടുകാർ വൈകാരികമായിട്ടുള്ളൊരു വിഷയമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതിനപ്പുറം തെളിവുകൾ ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പോലീസിൻ്റെ അന്വേഷണത്തിൽ തന്നെയാണ് തെളിയേണ്ടതും കണ്ടെത്തേണ്ടതും. എന്താണെങ്കിലും ഇതിൽ സ്കൂൾ അധികൃതരാണ് അവരുടെ വശം പറയേണ്ടത്. നമ്മൾ പലവട്ടം അവരോട് സംസാരിച്ചിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ അവർ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അവർക്ക് പറയാനുള്ളത് പിന്നീട് അറിയിക്കാം എന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ പോലീസുമായി സംസാരിച്ചപ്പോൾ ഇതിൽ മനസ്സിലാക്കാനും കഴിഞ്ഞത് ഈ കുട്ടിക്കുണ്ടായ സമ്മർദ്ദം അതാണ് ഈ ഒരു ഇത്രയൊരു കടുങ്കൈയിലേക്ക് നയിച്ചത്. സമ്മർദ്ദത്തിൻ്റെ കാരണം എന്തെന്നുള്ളത് പോലീസിൻ്റെ ഈ രക്ഷിതാക്കൾ പറയുന്നത് അനുസരിച്ച് പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തി കണ്ടെത്തേണ്ടത് തന്നെയാണ്. എന്തുതന്നെയാണെങ്കിലും കുട്ടിയുടെ മരണം തീർത്താൽ തീരാത്തൊരു വേദന തന്നെയാണ് കുടുംബത്തെ സംബന്ധിച്ച്.
അത് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തെ തുടർന്നാണ് എന്നുള്ളത് വളരെയധികം വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. എന്നാണെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അടുത്ത ദിവസം SFI അടക്കമുള്ളവർ പ്രതിഷേധവും ഇതിൽ നടത്തുമെന്ന പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. ടോം. വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഏറെ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികളിങ്ങനെ സ്കൂളുകളിൽ തോൽപ്പിക്കുന്ന പ്രവണതകൾ അങ്ങനെ ഇല്ല. മാത്രമല്ല സ്കൂളുകളിൽ ഈ കുഞ്ഞുങ്ങളുടെ ഈ കുട്ടികളുടെ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ ഒന്നും മനസ്സ് മുറിപ്പെടുത്തരുത്, വേദനിപ്പിക്കുന്ന കർശനമായ നിർദ്ദേശമുള്ളതാണ്. അവിടെയാണ് തോൽപ്പിക്കുമെന്ന് സമ്മർദ്ദം ചെലുത്തുന്നു, അതിൻ്റെ പേരിൽ TC നിഷേധിക്കുന്നു. ഇതേ തുടർന്ന് മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് 8ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നു. സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ, അതായത് വീഴ്ച വരുത്തിയതാരാണ്, അവർക്കെതിരെ നടപടി വേണം.